മൈക്രോവേവിൽ വെച്ചിട്ട് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതിന് നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. 7 മിനിറ്റ് കൊണ്ട് ഈ കേക്ക് നമുക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഓൾ പർപ്പസ് ഫ്ലോറോ അല്ലെങ്കിൽ മൈദപ്പൊടി ആയിരുന്നാലും മതി. ഇത് ഞാനിവിടെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 1 കപ്പ് എടുത്തിട്ടുണ്ട്. പഞ്ചസാര എടുക്കുമ്പോൾ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് മുട്ടയാണ്. അതിന് വേണ്ടിയിട്ട് 1 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ പാല് വേണം. പാല് ഞാനിവിടെ 3/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ കൊക്കോ പൗഡർ വേണം. കൊക്കോ പൗഡർ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിലും 1/4 കപ്പ് വേണം. പിന്നെ വാനില എസൻസ് വേണം. വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ നട്ട്മഗിന്റെ പൗഡർ വേണം. അതൊരു 2 നുള്ളി ചേർക്കാം. ഈ കേക്കിലേക്ക് നമ്മൾ മുട്ട ചേർക്കുന്ന കാരണം ഈ നട്ട്മഗിന്റെ പൗഡർ കൂടി ചേർക്കുമ്പോൾ ആ മുട്ടയുടെ ടേസ്റ്റ് അങ്ങനെ എടുത്തറിയില്ല കേക്കിന്. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ വേണം. ഈ കേക്കിലേക്ക് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹെവി ക്രീം എടുത്തിട്ടുണ്ട്, ചോക്ലേറ്റ് ചിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും വാനില എസൻസും വേണം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ചോക്ലേറ്റ് കേക്ക് ആക്കാന്ന്. ഇതിലേക്കുള്ള മിക്സ് ഉണ്ടാക്കാം. അതിനു മുമ്പായിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേ വേണം. ഇത് മൈക്രോവേവിൽ സേഫ് ആയിട്ടുള്ള ട്രേ വേണ്ടത്. ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു ബട്ടർ പേപ്പറും വെക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തേച്ച് കൊടുക്കണം. ബട്ടറിന് പകരം വെജിറ്റബിൾ ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഈ കേക്കിലേക്കുള്ള മിക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ചേർക്കുക. മൈദപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. 1 കപ്പ് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ പൊടിച്ചിട്ട് ചേർക്കുക. അങ്ങനെ പൊടിച്ചിട്ട് ചേർക്കുമ്പോഴായിരിക്കും ഈ മിക്സിൻ്റെ കൂടെ അത് പെട്ടെന്ന് മിക്സ് ആവുക. 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. 2 നുള്ള നട്ട്മഗിൻ്റെ പൗഡർ ചേർക്കുക. ഈ നട്ട്മഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതിക്കയുടെ കുരു പൊടിച്ചെടുത്തതാണ്. ഇത് 2 നുള്ളി ചേർക്കുക. 1 നുള്ളി ഉപ്പും കൂടിയും ചേർക്കുക. ഇത് മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോഴും 1 നുള്ളി ഉപ്പ് ചേർക്കണം. അപ്പോൾ അത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പാലും മുട്ടയും വെജിറ്റബിൾ ഓയിലും വാനില എസൻസും ചേർക്കുക. ഈ പൊടിയായിട്ടുള്ളതെല്ലാനും ഏറ്റവും ആദ്യം ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എല്ലാവർക്കും ബേക്കിംഗ് പൗഡറൊക്കെയും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവുക. ഇതെല്ലാവരും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർക്കുക. മുട്ട ചേർക്കുമ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ചേർക്കുക. കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. മുക്കാൽ കപ്പ് പാല് ചേർക്കുക. ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കുക. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം കേക്കിൻ്റെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിലേക്ക് ഒഴിക്കാം. ഇപ്പം കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മൈക്രോവേവിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഇത് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് 7 മിനിറ്റ്സ് തുടങ്ങിയിട്ട് 9 മിനിറ്റ്സ് വരെ എടുക്കും. ഒരു 7 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ കേക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. സാധാരണ ഓവനിലേക്ക് വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അത് നമ്മൾ കേക്കിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കണത്. പക്ഷെ മൈക്രോവേവിൽ വെക്കുമ്പോൾ കേക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്കും പെട്ടെന്ന് അങ്ങോട്ട് റെഡി ആയി കിട്ടും. പക്ഷേ അതിൻ്റെ സൈഡിലേക്കായിരിക്കും ലാസ്റ്റായിട്ട് ഇത് കുക്കായിട്ട് വരാം. അപ്പോൾ നിങ്ങളത് കുത്തി നോക്കുമ്പോൾ അതിൻ്റെ സൈഡിലും കൂടിയിട്ട് ഒന്ന് നോക്കണം. കേക്ക് മൈക്രോവേവിലേക്ക് വയ്ക്കുക.
മൈക്രോവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 9 മിനിറ്റ്സ് എടുത്തു. കേക്ക് ശരിക്കും കുക്കായിട്ടില്ലെങ്കിൽ ഈ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം പോലെ ബാറ്റർ കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. കുത്തി നോക്കുമ്പോൾ സെൻറ്ററിൽ മാത്രമല്ല, സെൻറ്ററിൽ കുത്തി നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് സൈഡിലും കുത്തി നോക്കണം. ചിലപ്പോൾ സൈഡ് ചിലപ്പോൾ വെന്തിട്ടുണ്ടാവില്ല. ഇതേപോലെ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വരണം. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഈ ട്രേയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഈ കേക്കിൻ്റെ മുകളിൽ ഫ്രോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കേക്ക് ചൂടാറുമ്പോഴേക്കും ഇതിലേക്കുള്ള ഫ്രോസ്റ്റിങ് ഉണ്ടാക്കാം. ഈ ചോക്ലേറ്റ് ചൂടാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 50 ഗ്രാം ചോക്ലേറ്റ് ചിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഒന്നല്ലെങ്കിൽ മൈക്രോവനിൽ വെച്ചിട്ട് ചൂടാക്കുക, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ചോക്ലേറ്റ് ചിപ്പ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനെടുത്തേക്കുന്ന ചോക്ലേറ്റ് ചിപ്പ് മധുരമുള്ള ചോക്ലേറ്റ് ചിപ്പായിരുന്നു. അപ്പോൾ മധുരം ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കണം. ഈ പഞ്ചസാരയും ഈ ചോക്ലേറ്റും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാര ചേർക്കുമ്പോഴും പൊടിച്ച പഞ്ചസാര ചേർക്കുക. അപ്പോൾ ചോക്ലേറ്റിൽ പെട്ടെന്ന് മിക്സ് ആകും. ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാം. ഈ വാനില എസൻസ് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഈ മിക്സിലേക്ക് 1 കപ്പ് ഹെവി ക്രീം ചേർത്തിട്ടാണ് ഇത് ഞാൻ ഫ്രോസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഹെവി ക്രീം ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കുറേശ്ശെ ഹെവി ക്രീം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. ഇതിവിടെ കുറച്ച് വലിയൊരു ബൗളിലേക്ക് പകർത്തുക. അപ്പോൾ അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായി. ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് ചോക്ലേറ്റ് നന്നായിട്ട് തണുത്തിട്ട് വേണം ഇതിലേക്ക് ഹെവി ക്രീം ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹെവി ക്രീം കുറച്ച് വെള്ളം പോലെയാവും. അപ്പോൾ കേക്കിലേക്കുള്ള ഫ്രോസ്റ്റിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ട്രേയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഒന്ന് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ചില സൈഡിൽ പതുക്കെ ഒന്ന് പൊന്തിയിരിക്കുന്നുണ്ട്. മുകളിൽ ഞാൻ ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കേക്കിൻ്റെ മുകളിൽ എവിടെയെങ്കിലും പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഫ്രോസ്റ്റിംഗ് ഒഴിക്കുക. ഫ്രോസ്റ്റിംഗ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കുക. ഇതിൻ്റെ മുകളിൽ ഫ്രോസ്റ്റിംഗ് ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഫില്ലായിട്ടുണ്ട്. ഇനി ഈ താഴെ വീണെടുക്കുന്നത് ഇതൊന്ന് തുടച്ച് കളയാം. ഇങ്ങനെ തുടച്ച് മാറ്റുമ്പോഴും ഇതിൻ്റെ അടിയിലേക്ക് ഒരു ചെറിയൊരു ലെയർ പോലെ ഈ ഫ്രോസ്റ്റിംഗ് കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ പൗഡർ ഇട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അത് ഗാർണിഷ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് ബ്ലൂബെറിയാണ് ഇടുന്നത്. കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കാൻ പോണതിന് മുമ്പ് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കണം.
ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണിത്.